നമസ്കാരം. ഭഗവത്ഗീതയിലെ യോഗത്രയം എന്ന സാറിൻ്റെ ക്ലാസ്സിൽ ഇന്നെടുക്കുന്നത് അധ്യായം 2 ജ്ഞാനയോഗത്തിൻ്റെ 26 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങളുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള അർത്ഥമാണ്. ജീവിതത്തിൽ നമ്മൾ എത്രയെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് വച്ചാലും ഒന്നും അതുപോലെ നടന്നുകൊള്ളണമെന്നില്ല. വളരെ ഭംഗിയായി നിർവഹിക്കാം, അല്ലെങ്കിൽ നിർവഹിച്ചു എന്നെല്ലാം നമ്മൾ ആശ്വാസം കൊള്ളുമ്പോഴും എപ്പോഴ് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കാർക്കും പ്രവചിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ ഇത്തരം പല സന്ദർഭങ്ങളെക്കുറിച്ചും സാറ് ഇതിനകത്ത് വിവരിച്ചു തരുന്നുണ്ട്. ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് കാണാം. നമസ്കാരം. നമുക്ക് തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. 27 26 അധചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപിത്വം മഹാബാഹോ നൈനം ശോചിതുമർഹസി. സിമ്പിളായിട്ടുള്ള അർത്ഥം, ഈ ആത്മാവും ശരീരവുമെല്ലാം നിരന്തരം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്നാണ് നീ അടിയുറച്ച് വിശ്വസിക്കുന്നതെങ്കിൽ, മരണവും ജനനവും ആത്മാവിനുമുണ്ടെന്നാണ് നീ അടിയുറച്ച് വിശ്വസിക്കുന്നതെങ്കിൽ ഞാൻ വാദിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. നിന്റെ വിശ്വാസം അതേപോലെ ഇരിക്കട്ടെ. അടുത്ത വരി, ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഹു ധ്രുവം ജന്മമൃതസ്യ ച. ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചാൽ ആ ആത്മാവിന് ജനനമുണ്ട്. ജനന മരണങ്ങൾ എന്ന് പറയുന്നത് പരിഹരിക്കാൻ പറ്റാത്ത ഒന്നായതിനാൽ നീ ഒരു കാരണവശാലും അതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ടതില്ല. തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹസി. പരിഹരിക്കാൻ പറ്റില്ല. എന്ന് ജനിക്കണം, എന്ന് മരിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്ന പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്. അതിനെ ലംഘിക്കാൻ നിനക്ക് സാധിക്കില്ല. ചിലർ പറയാറുണ്ട്, ഇപ്പോൾ ജനിക്കുന്നതിൻ്റെ ഡേറ്റ് നമുക്ക് തീരുമാനിക്കാം സിസേറിയനിലൂടെ. അതും ജനിക്കുന്നതിൻ്റെ ഡേറ്റല്ല, പുറത്തേക്ക് വരാൻ ഉള്ള ആ ടൈം ആർട്ടിഫിഷ്യലി പ്രകൃതിയെ വയലേറ്റ് ചെയ്തുകൊണ്ടല്ല. ആ അമ്മയുടെ അണ്ടവും പിതാവിൻ്റെ ബീജവും ചേർന്ന് 278 ദിവസം അത് വളർന്ന് ഗർഭത്തിൽ പൂർണ്ണ വളർച്ച എത്തി എന്ന് തോന്നുന്ന ആ പ്രക്രിയ മുഴുവനും ചെയ്തത് ആ അമ്മയല്ല, ആ ഗർഭിണിയല്ല, പ്രപഞ്ചം ആ ഗർഭത്തിൽ നടത്തിയിരിക്കുന്ന കർമ്മത്തിൻ്റെ ബലം. അപ്പോൾ ജനനവും മരണവും പ്രകൃതിയുടെ ടൈം ടേബിളിൻ്റെ ബിഗിനിങ് ആൻഡ് എൻഡിങ് പോയിൻ്റാണ്. അത് ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും ഉള്ളതുകൊണ്ട് ഹേ അർജുന, ജനന മരണത്തെക്കുറിച്ച് നീ ദുഃഖിച്ചിട്ട് പ്രയോജനമില്ല. അടുത്തത് നല്ല രസമാണ്. അതൊന്ന് പ്രാക്ടിക്കലി ചിന്തിച്ചാൽ വളരെ രസമാണ്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യത് ശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ഈ ജീവിതം എന്ന് പറയുന്നത് ചിലർ അത്ഭുതത്തോടുകൂടി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ആശ്ചര്യവത് പശ്യതി, ചിലർ അത്ഭുതത്തോടുകൂടി അതിനെ കാണുന്നു. ആശ്ചര്യവത് വദതി, അത്ഭുതത്തോടുകൂടി പറയുന്നു. ആശ്ചര്യവത് ശൃണോതി, അത്ഭുതത്തോടുകൂടി ചിലർ കേൾക്കുന്നു. ഈ കാണുന്നവരും കേൾക്കുന്നവരും പറയുന്നവരും ജീവിതം എന്താണെന്ന് ശരിക്കറിയുന്നില്ല. വെറുതെ കയ്യും കെട്ടി ഈ ചുറ്റും നടക്കുന്ന ഓരോന്നും ഒന്ന് ചിന്തിച്ചാൽ അത്ഭുതകരമായൊരു പ്രതിഭാസം മനസ്സിലാക്കാം. എന്തിനെല്ലാം വേണ്ടിയ മനുഷ്യൻ, എന്തിനെല്ലാം വേണ്ടിയ ജന്തുക്കൾ, 28 എന്ന് പറയാം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന. നമ്മൾ ഈ ജന്മം ആരംഭിക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥ അവ്യക്തമാണ്.
സർവചരാചരങ്ങളും ഭൂമിയിൽ ജനിച്ചു വീഴുന്നതിന് മുൻപ്, ആ ജനനത്തിന് മുമ്പുള്ള അതിൻ്റെ അവസ്ഥ അവ്യക്തമാണ്. അവ്യക്താദീനി ഭൂതാനി, സർവചരാചരങ്ങളുടെയും ആദ്യ ഭാഗത്തിനപ്പുറത്തുള്ളത് അവ്യക്തമാണ്. അതേപോലെ തന്നെ വ്യക്തമധ്യാനി ഭാരത, ബിഗിനിങ്ങിന് ശേഷം എൻഡിങ്ങിന് മുമ്പുള്ള മധ്യഭാഗം വ്യക്തമാണ്. വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ, മരണത്തിന് ശേഷമുള്ള അവസ്ഥയും അറിഞ്ഞൂടാ. അപ്പം നമ്മൾ മരിക്കുമെന്നുള്ളത് ഉറപ്പ്, മരിച്ചാൽ ജനിക്കുമെന്നുള്ളത് ഉറപ്പ്. അപ്പം ജനന മരണങ്ങൾക്കിടയ്ക്കുള്ള അവസ്ഥ മാത്രമേ നമുക്കറിയുള്ളൂ. ജനനത്തിന് മുമ്പുള്ളതും അറിഞ്ഞൂടാ, മരണത്തിന് ശേഷമുള്ളതും അറിഞ്ഞൂടാ. അതുകൊണ്ട് അങ്ങനെ അറിയാത്ത ഈ പ്രപഞ്ചത്തിൻ്റെ അനാദിയായ ഈ കാലദൈർഘ്യത്തിൽ, ഈ ചെറിയ ഒരു ടൈം ഡ്യൂറേഷനിൽ ജീവിക്കുന്ന നമ്മൾ, ഈ ഡേ ഓഫ് ബർത്തിനും ഡേ ഓഫ് ഡെത്തിനും ഡി ഓഫ് ബി ഡി ഓഫ് ഡിക്കിടയ്ക്ക് ഈ ഭൂമിയിൽ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്കറിയാം. നമ്മൾ എവിടെ നിന്നാണ് വന്നത് അറിഞ്ഞൂടാ, എവിടേക്കാ പോകുന്നത് ഒരു കാര്യം അറിയാം. ടി.എസ്. എലിയട്ട് എന്ന പ്രഗത്ഭനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ എഴുതിയതുപോലെ, എവ്രി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവ് യാർഡ്. എവ്രി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവ് യാർഡ്. ആഫ്റ്റർ ദ ഗ്രേവ് യാർഡ് എന്താ അറിഞ്ഞൂടാ. ബിഫോർ കമ്മിങ് ടു എർത്ത് എന്തായിരുന്നു? അവ്യക്തമാണ്. വ്യാവഹാരിക ലോകത്തിൽ ജനനത്തിന് മുമ്പുള്ളതറിഞ്ഞൂടാ, മരണത്തിന് ശേഷമുള്ളതും അറിഞ്ഞൂടാ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വ്യക്തമധ്യാനി ഭാരത, ഇടയ്ക്കുള്ളത് കുറച്ച് വ്യക്തമാണ്. അതുകൊണ്ട് തത്രകാ പരിദേവന, ഈ ജീവിതത്തെക്കുറിച്ച് നീ അത്രയുമധികം വേവലാതിപ്പെടേണ്ട കാര്യം എന്തിരിക്കുന്നു? എത്രയായി ഈ ഭൂമിയുടെ ആയുസ് കൃത്യം അറിഞ്ഞൂടാ. ബില്യൺസ് ഓഫ് ഇയേഴ്സ്. ആദ്യത്തെ ജീവൻ എവിടെയാണ് ഉത്ഭവിച്ചത്? ന്യൂ ഫൗണ്ട്ലാൻഡിൻ്റെ തീരത്തുള്ള പാറകളിലാണ് ആദ്യത്തെ ജീവൻ്റെ തുടിപ്പുണ്ടായതെന്നാണ് പറയുക. ന്യൂ ഫൗണ്ട്ലാൻഡിൻ്റെ, അതായത് കാനഡയിലെ ഹഡ്സൺ ബേ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, അതിൻ്റെ കീഴെയായിട്ട് അറ്റ്ലാന്റിക് ഓഷ്യനിലാണെന്ന് തോന്നുന്നു. അവിടെ വരും ന്യൂ ഫൗണ്ട്ലാൻഡ്. അവിടുത്തെ പാറകളിലാണ് 210 കോടി വർഷം പഴക്കമുള്ള ആദ്യത്തെ ചെറിയ യൂണിസെല്ലുലാർ ഓർഗാനിസത്തെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ 210 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ ജസ്റ്റ് ആരംഭിച്ച് ഇത്രയും കാലം നിലനിൽക്കുന്നു. അതിൻ്റെ മുമ്പ് ഭൂമി ഉണ്ടായിട്ട് എത്ര കാലമായി? 600 കോടി വർഷമായി എന്ന് ഒന്ന് പറയുന്നു, 1200 കോടി വർഷമായി എന്ന് വേറൊരാൾ പറയുന്നു, ഇതിനൊരു കണക്കും ഇല്ലെന്ന് നാർലിക്കർ പറയുന്നു. അപ്പോൾ അവസാനം ഇതൊന്നും അറിഞ്ഞൂടാ. അങ്ങനെയുള്ള ഈ ഭൂമിയുടെ ഡ്യൂറേഷൻ ഓഫ് എക്സിസ്റ്റൻസിൽ നമ്മുടെ 70-80 വർഷം എന്ന് പറയുന്ന ഇൻഫിനിറ്റെസിമലി സ്മോള്. അങ്ങനെ കുറച്ച് കാലം ഇവിടെ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ ജനനത്തിന് മുമ്പുള്ള അവസ്ഥ അറിഞ്ഞൂടാ, മരണത്തിന് ശേഷമുള്ള അവസ്ഥ അറിഞ്ഞൂടാ. അതുകൊണ്ട് ഈ ജനന മരണങ്ങൾക്കിടയ്ക്കുള്ള ഈ കുറച്ച് കാലത്തെക്കുറിച്ച് അർജുന നീ എന്തിനാണ് ഇത്രയും അധികം ദുഃഖിക്കുന്നത്? എല്ലാവരും വന്നു, എല്ലാവരും പോയേ തീരും. നമ്മുടെ വീട്ടിലങ്ങനെയല്ലേ, എല്ലാവരും വരും, ഓണത്തിന് വരും. ഓണത്തിന് വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്. എന്താ ചിലർക്ക് ഇപ്പം വളരെ കുറവാണ്, പണ്ടത്തെ കാര്യമാണ് പറയണേ, ഇയാൾ കുറച്ച് കഴിഞ്ഞാൽ പോകുമല്ലോ എന്ന്. ഇപ്പം അങ്ങനെയല്ല, ഇയാളൊന്ന് പോയി കിട്ടിയാൽ മതി എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വരവിനോടൊപ്പം തന്നെ പോക്ക് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതായത് വരുന്നതിന് മുമ്പ് തന്നെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പലരും ഓരോ സ്ഥലത്തേക്ക് വരുന്നതും പോകുന്നതുമെല്ലാം. അപ്പോൾ യഥാർത്ഥത്തിൽ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്ന ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ റിട്ടേൺ എന്നുള്ളത് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇത്ര പ്രഗത്ഭനാണെങ്കിലും റിട്ടേൺ ഉണ്ട്. നിങ്ങൾക്കറിയാൻ സാധിക്കും, അലക്സാണ്ടർ ദ ഗ്രേറ്റ് തിരിച്ചു പോകുമ്പോൾ ഒരേ ഒരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നത്, ഡമാസ്കസിലെത്തി ഡമാസ്കസ് സ്വേഡൊക്കെ ഉണ്ടാക്കി ഇന്ത്യയെ ഒരു പ്രാവശ്യവും കൂടി ആക്രമിക്കണമെന്ന് തീരുമാനിച്ച്, അപ്പോഴത്തേക്ക് ന്യൂമോണിയ വന്നു.
ന്യൂമോണിയ വന്ന് തളർന്നു കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസിനെ വിളിച്ച് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. എന്തായിരുന്നു അലക്സാണ്ടറുടെ ആഗ്രഹം? ശവപ്പെട്ടിയിൽ കിടത്തുമ്പോൾ കൈ രണ്ടും പുറത്തിടണം, എന്നിട്ട് വേണം അവസാനത്തെ അണിയടിക്കാൻ. എന്തിനാ അത് ചെയ്യുന്നത്? ഇത്രയും അധികം വെട്ടിപ്പിടിച്ചതൊന്നും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവില്ല എന്ന് ലോക ജനതയ്ക്ക് അറിയാൻ പാകത്തിന് കൈകൾ പുറത്തിടണമെന്ന് അലക്സാണ്ടർ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജീവിത കാലഘട്ടത്തിൽ നടക്കുന്ന പലതിനെയും കുറിച്ച് നീ എന്തിനാ ഇത്രയും അധികം പരിദേവനങ്ങളോടുകൂടി വറി ചെയ്ത് തകർന്ന് വീണത്? ഈ ജീവിതമെന്ന് പറയുന്നത് തന്നെ കോംപ്ലിക്കേറ്റഡാ. അതിനിടയ്ക്ക് 500-ൻ്റെ നോട്ട് ഓരോരുത്തരുണ്ടാക്കുന്നു, കുറേ അധികം ബിനാമി പേരിൽ പലതുണ്ടാക്കുന്നു. ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അവസാനം പോലീസ് പിടിക്കാൻ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യത് ശൃണോതി ശ്രുത്വാപ്യേനം വേദന കശ്ചിത്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് 5 വർഷങ്ങൾക്ക് മുമ്പ് SSLCക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി. ISROയിൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ മകളാണ്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, മോൾക്ക് ഇപ്പോഴും അഭിമാനം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്താ അഭിമാനം സാറേ? ഫസ്റ്റ് റാങ്ക് കിട്ടിയ ദിവസം പത്രത്തിൽ പേരൊക്കെ വന്ന് മന്ത്രിമാർ വീട്ടിലൊക്കെ വന്നപ്പോൾ ഞാൻ പുറത്തിറങ്ങി ഒരു ഓട്ടോ പിടിക്കാൻ പോയപ്പോൾ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, എൻ്റെ വണ്ടിയിൽ മോള് കയറണം. ഇപ്പം എനിക്ക് പറയാമല്ലോ, ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി എൻ്റെ വണ്ടിയിലാണ് യാത്ര ചെയ്തത്. അടുത്ത ദിവസവും ആ കുട്ടി ഓട്ടോ പിടിക്കാൻ വന്നപ്പോഴത്തേക്കും ഇന്നലെ കണ്ട സ്പിരിറ്റൊന്നും ഇന്നില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ വേറെ ഓട്ടോ പിടിച്ചോളാൻ. അപ്പം 3 ദിവസം കൊണ്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൻ്റെ ത്രില്ലെല്ലാം പോയി. അപ്പോൾ ഈ ഫസ്റ്റ് റാങ്ക് എന്ന ത്രില്ല്, മരണം എന്ന ദുഃഖം, ലോട്ടറി അടിച്ചു എന്നുള്ള ദുഃഖം, ചിലപ്പോൾ ഈ ലോട്ടറി അടിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആ ഇന്നസെൻറ്റിൻ്റെ ബിഹേവിയർ നല്ല രസമാണല്ലേ, വളരെ രസമാണ്. ചിലപ്പോൾ ഓരോന്ന് തുള്ളുന്നതും ചാടുന്നതൊക്കെ കാണാൻ. ഇപ്പോൾ ദൂരെ മാറി നിന്ന് സാക്ഷീഭാവത്തിൽ ഇതെല്ലാം ഒന്ന് കണ്ടാൽ നല്ല രസമാണ്. ഒന്ന് പരിശീലിച്ച് നോക്കുക. ഓരോരുത്തരും തുള്ളുന്നതും ചാടുന്നതൊക്കെ ദൂരെ മാറി ഒന്ന് നോക്കുക. നന്ദനം എന്ന സിനിമയിൽ കുമ്പിടിയെ കാണുമ്പോഴത്തേക്കും കേശവൻ നായർ പറയുന്നുണ്ട് ഡബിളാണ് ഇല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ കാണുന്ന നാടകമാകുന്ന ലോകത്തിൽ നമ്മളൊക്കെ അഭിനേതാക്കളാണ്. ആ അഭിനേതാക്കളാവുന്ന നമ്മൾ സാക്ഷീഭാവത്തിൽ ഇത് കാണാൻ വലിയ ആത്മീയതയൊന്നും വേണ്ട. വലിയ ആത്മീയത ഉണ്ടെങ്കിൽ സാക്ഷിഭാവത്തിൽ കാണാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഓരോന്നും നമുക്ക് ശരിക്കും ദൂരെ മാറി നിന്ന് ഇതെല്ലാം കാണുമ്പോൾ ഓരോ മന്ത്രിയും വിളക്ക് കത്തിക്കുന്നത് കാണാം. അപ്പം അങ്ങേര് എന്താ വിചാരിക്കുന്നത് എന്നുള്ളതൊന്ന് നമ്മൾ ചിന്തിക്കുക. ആ മന്ത്രിയുടെ കസേരയിൽ നിന്ന് താഴെ വീണ് കഴിയുമ്പോഴുള്ള അവസ്ഥ നോക്കുക. ഇതെല്ലാം ഒന്ന് ദൂരെ മാറി നിന്ന് ഇന്നൊരാൾ ഇഹലോകവാസം വെടിഞ്ഞു, അതിന് പുറകോട്ടൊന്ന് ചിന്തിക്കുക ഓരോ കാര്യവും. ഇതെല്ലാം ചിന്തിക്കുമ്പോഴത്തേക്കും കൈ കെട്ടി നിന്ന് ദുഃഖിക്കാൻ ഒന്നുമില്ല ഈ ലോകത്തിൽ, ചിന്തിക്കാനേ ഉള്ളൂ എന്ന് മനസ്സിലാകുന്ന ഒരവസ്ഥയിൽ നമ്മളെത്തും. അതെത്താൻ എൻലൈറ്റൻമെൻറ്റിൻ്റെ ആവശ്യമില്ല, വലിയ ധ്യാനത്തിൻ്റെ ആവശ്യമില്ല. വെറും വ്യാവഹാരിക ലോകത്തിലെ യാഥാർത്ഥ്യങ്ങൾ ഒന്ന് ഓർത്താൽ മാത്രം മതി. വെറുതെ ഒന്ന് ഓർത്താൽ മതി. അപ്പോഴാണ് ഇതെല്ലാം കാണാം. ഈ നാസായിൽ ഇങ്ങനെ കറങ്ങിയപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് വന്ന റോക്കറ്റ് അന്തരീക്ഷത്തിൽ തന്നെ കത്തിച്ചാരമായി. ആ ചാരമാണ് താഴത്തേക്ക് വന്നത്. അതിലുണ്ടായിരുന്ന 3 അസ്ട്രോനോട്ടിൻ്റെ ഓർമ്മയിൽ 4 അസ്ട്രോനോട്ടിൻ്റെ ഓർമ്മയിൽ 4 മരം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വണ്ടിയിൽ ഇങ്ങനെ കറക്കുമ്പോൾ ഈ മരത്തിൻ്റെ മുമ്പിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തും. വണ്ടി കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ പ്രസിഡൻ്റ് ഓഫ് അമേരിക്ക അന്നത്തെ ബുഷ് ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കുന്നത് വണ്ടിയിലിരുന്ന് നമ്മളെ കേൾപ്പിക്കും. അപ്പം നമ്മൾ വണ്ടിയിൽ എഴുന്നേറ്റ് നിൽക്കണം. ഇവരുടെ പേരിൽ വെച്ചിരിക്കുന്ന 4 മരത്തിൻ്റെ മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം ഈ ബുഷിൻ്റെ മെസ്സേജ് വരുന്നത് വരെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ആ ഡ്രൈവറോട് ഞാൻ ചോദിച്ചു, ഡു യു റിയലി ഫീൽ സാഡ് ഓഫ് ദ വേർഡ്സ് ഓഫ് പ്രസിഡന്റ് ബുഷ്? വാട്ട്, ഹീസ് എ തീഫ്. പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുകയാണ്, ഹീസ് എ തീഫ്, ദെൻ ഇറ്റ് ഈസ് എ റൂൾ, ദാറ്റ് ഈസ് വൈ ഐ സ്റ്റുഡ് അപ്പ് എന്ന്. നിൽക്കണം എന്നുള്ളതൊരു നിയമമായതുകൊണ്ട് ഞാൻ നിൽക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കേൾക്കുമ്പോഴും അതിനകത്ത് ഒരെണ്ണമുണ്ട്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ന്യൂയോർക്കിൽ പോയിരുന്നു ജൂലൈ 4. ആ 2 ടവറിൽ 16 ദിവസം ഞാൻ അന്നുണ്ടായിരുന്നു. ആ ടവർ പൊട്ടിയ സ്ഥലത്ത് ഇപ്പോഴും
ടൺ കണക്കിന് പൂക്കളാണ് വയ്ക്കുന്നത്. ടൺ കണക്കിന് പൂക്കൾ വെച്ച് കരയുന്നവരെ ഇന്നും നിങ്ങൾക്ക് കാണാം. ഈവൻ ടുഡേ യു ക്യാൻ സീ ദാറ്റ്. ആ ഒരു കാഴ്ച കാണുമ്പോൾ നമുക്കൊക്കെ ചിരി വരും യഥാർത്ഥത്തിൽ. അതേ സമയത്ത് ബോംബെ താജ് ഹോട്ടലിൽ 156 പേര് മരിച്ച് ഇന്നെല്ലാം സംഭവിച്ച് നവംബർ 26-ാം തീയതി സംഭവിച്ച് ഇതെല്ലാം കഴിഞ്ഞ് 3-ാം ദിവസം ആ ഹോട്ടലിൻ്റെ ചുറ്റും തട്ടുകടയിൽ ദോശ വിൽക്കുകയായിരുന്നു ഇന്ത്യക്കാർ. ദോശ എന്താ ഈ താജ് കാണാൻ വന്നവർക്ക് ദോശ നല്ലോണം ചിലവാകുന്നുണ്ട്. എത്ര പെട്ടെന്ന് നമ്മൾ നോർമലായി, അവർ 8-10 വർഷം കഴിഞ്ഞിട്ട് നോർമലായിട്ടില്ല. നമുക്ക് നോർമലാവാൻ അത്ര വലിയ വിഷമമൊന്നുമില്ല. ട്രെയിനിങ്ങിനെ പോകുമ്പോൾ അതിൽ ബോംബ് പൊട്ടും, വണ്ടി കുറച്ച് നേരം നിർത്തും, ബോംബിൻ്റെ കഷ്ണങ്ങളൊക്കെ പുറത്തേക്ക് മാറ്റിയിട്ട് ആർക്കെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോയിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ വണ്ടി പോകും. പക്ഷേ അമേരിക്കയിലെങ്ങാനും ബോംബ് പൊട്ടിയാൽ പിന്നെ അതിൻ്റെ ഷോക്കിൽ നിന്ന് മാറണമെങ്കിൽ അവർക്ക് അടുത്ത പ്രസിഡൻറ്റ് വരണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം ദൂരെ മാറി നിന്ന് കാണുമ്പോഴത്തേക്കും ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം, ഇതൊക്കെ ഒരു അത്ഭുതകരമായൊരു കാഴ്ച. ആശ്ചര്യവത് വദതി തദൈവ ചാന്യഃ. ചിലർ ഈ ജീവിതത്തെക്കുറിച്ച് എത്ര അത്ഭുതത്തോടു കൂടിയാണ് പറയുക. എന്താ ഈ പറയുന്നത്? ലോകം എങ്ങോട്ടാണ് പോകുന്നത്? ഒരു പിടുത്തമില്ല. ഇപ്പം ഗവൺമെൻറ് ഓഫീസിലുള്ളവർ മുഴുവനും തട്ടിപ്പിലൂടെ കയറിയവരാണെന്നാണ് തോന്നണത്. സാരമില്ല, നമുക്ക് പോവാം. അപ്പോൾ ആ പറയുന്നത് കേട്ടില്ലേ? ആ തട്ടിപ്പിലൂടെയാണ് കയറിയെന്ന് പറയുകയും ചെയ്യുക. എന്നാൽ നമുക്ക് പോവാം, ഒരു ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ അതും കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. ആശ്ചര്യവത് വദതി തദൈവ ചാൻ ആശ്ചര്യവത് ശൃണോതി. ചിലർ ഇതൊക്കെ പറയുന്നത് ഇങ്ങനെ കേൾക്കും. എന്തൊരു അത്ഭുത, എല്ലാം അത്ഭുതം. ഒരാൾ വളരെ ഗംഭീരമായിട്ട് കോട്ടയത്ത് വന്ന് പറഞ്ഞു, ആരെങ്കിലും വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കണമെന്ന്. പിന്നെ അല്ലാണ്ട് എവിടെയാണ് അത് കിടക്കുക? വയറ്റിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് കിടക്കുമോ ആരെങ്കിലും? ഈ വാക്കുകളെല്ലാം ഒന്ന് കേട്ടു നോക്കും. ഇതിലൊന്നിലും ആത്മീയതയില്ല, പക്ഷെ നല്ല ജീവിത യാഥാർത്ഥ്യങ്ങൾ കാണാനുള്ള ഇതുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ക്യാൻസർ വന്ന് തൊണ്ടയിൽ അതേപോലെ നാക്കിലൊക്കെ വന്ന് കരയുന്ന കുട്ടിയെ മടിയിൽ വെച്ച് കരയുന്ന അമ്മമാർ, അതേപോലെ തന്നെ വലിയ വീട്ടിലെ വിവാഹം കഴിഞ്ഞ് എച്ചിലകൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായി വെച്ച് ആ എച്ചിലകൾ പുറത്ത് കൊണ്ടുപോയി കളയുമ്പോൾ ആ എച്ചിൽ തിന്ന് വയറ് നിറയ്ക്കുന്ന നമ്മളെപ്പോലെയുള്ള മനുഷ്യർ. ജീവിതമെന്ന അത്ഭുതം. വാർദ്ധക്യത്തിൻ്റെ ക്ലൈമാക്സിൽ കട്ടിലിൽ കിടന്ന് ഉരുണ്ട് തൊലി പോയി പഴുത്ത് പുഴുത്ത് സ്മെല്ല് വന്ന് ആ ശരീരത്തിൻ്റെ അടുത്ത് പോകാൻ വിമുഖത കാണിക്കുന്ന ഒരു ലോകം, അത്ഭുതകരമായൊരു ലോകം. ഏതോ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും വികാരത്തിമർപ്പിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകി അതിനെ വളർത്താൻ പറ്റാതെ അമ്മത്തൊട്ടിലും അനാഥാലയത്തിലും ഇട്ടേച്ചു പോകുന്ന മനുഷ്യർ. ആ കുട്ടി സ്നേഹത്തിൻ്റെയും ഒരു തലോടലിനും വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരവസ്ഥ. ഇതെല്ലാം ജീവിതത്തിലെ പ്രത്യേകത. പണ്ടൊരിക്കൽ മാതൃഭൂമി പേപ്പറിൽ ഫ്രണ്ട് പേജിൽ കണ്ടു, ഒരു ഇലക്ട്രിക് വയറിലിരിക്കുന്ന ഒരു പക്ഷി ഈ ഇലക്ട്രിക് വയറിലിരിക്കുന്ന ഒരു പക്ഷിയുമായിട്ട് കൊക്ക് തൊട്ടതും ഷോക്കടിച്ച് ചത്തു. നിങ്ങൾ കണ്ടു കാണുമില്ല? പല ഫ്രണ്ട് പേജിലാണ് വന്നത്. കണ്ടവർക്ക് പലർക്കും ഭയങ്കര വിഷമായിരുന്നു അത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ധാരാളം കാഴ്ചകളുണ്ട്. അങ്കമാലിയിലൊക്കെ പോയാൽ ഈ പന്നിയെ തലകുഴിച്ചിട്ട് അതിൻ്റെ പുറകിൽ കൂടെ കമ്പി അടിച്ച് കയറ്റി ആ പന്നിയെ കൊല്ലണത്. ആ കാഴ്ച ഒന്ന് കാണണം. ജീവിതത്തിൽ വിറങ്ങലിച്ചു പോകുന്നൊരു കാഴ്ച. കമ്പി അടിച്ച് കയറ്റുക അതിൻ്റെ ഏനസ് വഴിക്ക്. ആ ഇൻഡസ്റ്റൈനിലുള്ളത് മുഴുവൻ അടിച്ച് തെറിച്ച് പോയി. ആ ഇൻഡസ്റ്റൈൻ മുറിച്ചിട്ടാണ് പെരുമ്പാവൂരിൽ പോട്ടാന്ന് പറയുന്ന സാധനം തിന്നാൻ കൊടുക്കുന്നത്. ശരിക്കും നമുക്കൊന്നും ചിന്തിക്കാനേ പറ്റില്ല. ആ ഇൻഡസ്റ്റൈനിലുള്ളതാ ഭയങ്കര ടേസ്റ്റ്. 60 രൂപയാണ് ഒരു പീസിന്. ഇതിൻ്റെ ഇൻഡസ്റ്റൈൻ, പന്നിയുടെ ഇൻഡസ്റ്റൈൻ. ഇതെല്ലാം ഒന്ന് കാണും. ആ കഴുത്തിലൂടെ കത്തിയിറങ്ങുമ്പോൾ ഒരു പശു പെടയുന്ന കാഴ്ച. ഇതെല്ലാം മനുഷ്യർ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ആശ്ചര്യവത് പശ്യതി, ആശ്ചര്യവത് വദതി, ആശ്ചര്യവത് ശൃണോതി. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതാണ് അർജുന യഥാർത്ഥത്തിൽ ജീവിതം അല്ലെങ്കിൽ വ്യാവഹാരിക ലോകമെന്ന് ശ്രീകൃഷ്ണൻ പറയുമ്പോൾ അതിനകത്ത് ഫിലോസഫി മാത്രമല്ല, അതിനകത്ത് പച്ച യാഥാർത്ഥ്യമാണുള്ളത്. അങ്ങനെ കൂടി ഭഗവത്ഗീതയെ ഒന്ന് വിലയിരുത്താൻ നമ്മൾ പഠിക്കണം. അതായത് ശ്രീകൃഷ്ണൻ നമ്മുടെ ലെവലിലേക്ക് താഴ്ന്നിട്ട് വിവരിക്കുകയാണ്.
ഈ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞൂടാ. നമ്മളൊക്കെ എന്തൊക്കെയോ വേഷം കെട്ടി ജീവിക്കുന്നു. വില്ലാളി വീരനായ നരസിംഹറാവു ന്യൂയോർക്കിൽ 16 കിലോമീറ്റർ ഒരു സെക്യൂരിറ്റിയുമില്ലാതെ പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ കാലത്ത് അമേരിക്കയിൽ നടന്ന വ്യക്തിയാണ്. മരിച്ച സമയത്ത് 16 സ്ഥലത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ EEG അളക്കുന്നുണ്ട്, ഇലക്ട്രോഎൻസെഫലോഗ്രാം, തല നെർവസ് സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നത്. മാതിരിയാണ് കിടന്നത്. NDTVയിൽ ഒരു കാഴ്ച കാണുകയുണ്ടായി. ഇന്ത്യൻ പ്രസിഡന്റ്, ശാന്തൻ, വേദപണ്ഡിതൻ, തത്വശാസ്ത്രം അറിയാവുന്ന ആൾ, സംസ്കൃതത്തിൽ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആ നരസിംഹറാവു തൻ്റെ വീടിനും തൻ്റെ സഹോദരന്മാർക്കും വേണ്ടി ഒന്നും ചെയ്യാത്ത ആൾ. ഒരു പ്രധാനമന്ത്രിയുടെ സഹോദരൻ വെട്ടുവഴിയിൽ കടത്തിണ്ണയിൽ കിടന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ നരസിംഹറാവുവിൻ്റെ സഹോദരനാണ് മരിച്ചത്, കടത്തിണ്ണയിൽ. അങ്ങനെയുള്ള ആ മനുഷ്യൻ്റെ മരണം ലാസ്റ്റ് ഡേ NDTVയിലൂടെ കാണിച്ചപ്പോൾ ശരീരവും മനസ്സും വിറങ്ങലിച്ചു പോയി. ഇവിടെയും ഉത്തരം ഒന്നേ ഉള്ളൂ. എന്താണ്? അത്ഭുതകരമായൊരു ജീവിതം. അത് അത്ഭുതകരമായി ചിലർ വിവരിക്കുന്നു, ചിലരത് അത്ഭുതത്തോടു കൂടി കേൾക്കുന്നു, ചിലർ അത്ഭുതത്തോടു കൂടി കാണുന്നു. ഈ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒന്നുമല്ല യഥാർത്ഥത്തിൽ ജീവിതമെന്ന് നീ തിരിച്ചറിയണം അർജുന. അത് കഴിഞ്ഞിട്ട് അടുത്ത ഉപദേശം കൊടുക്കുന്നു. ദേഹി നിത്യമവദ്യോയം ദേഹേ സർവസ്യ ഭാരത.